കാശ്മീർ താഴ്വരയായ പഹൽഗാമിലെ ഭീകരാക്രമണം ഭാരതത്തിലെ എന്ന് മാത്രമല്ല ലോക ജനതയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഈ സംഭവത്തിൽ കോൺഗ്രസ് BJP സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. സെക്യൂരിറ്റി വീഴ്ച മൂലമാണ് ഇത് സംഭവിച്ചത് എന്നാണ് അവരുടെ ആരോപണം. നിർഭാഗ്യവശാൽ ചില BJP നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ആ തരത്തിലൊരു വീഴ്ച സംഭവിച്ചതായുള്ള ഒരു അഡ്മിഷൻ വന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ വിട്ടുകളയരുത്. 2019 ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ഭരണഘടനയിലെ 370-ാം വകുപ്പ് എടുത്തു കളയുന്നത്. അതിനുശേഷം കാശ്മീരിൽ ഒരൊറ്റ ഭീകരാക്രമണം പോലും ഉണ്ടായിട്ടില്ല. മറിച്ച് ജമ്മു ഭാഗങ്ങളിൽ ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് കാശ്മീരിൽ സംഭവിച്ചില്ല? കാരണം കാശ്മീരിലെ ജനജീവിതം മാറി മറിഞ്ഞു. ഭീതിയുടെയും ഭയത്തിൻ്റെയും ഒക്കെ നിഴലിൽ മാത്രം ജീവിച്ച അവിടുത്തെ ജനതയ്ക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ, സ്വതന്ത്രമായി ബിസിനസ് ചെയ്യാൻ, സ്വതന്ത്രമായി പണം ഉണ്ടാക്കാൻ, ആഘോഷത്തോടു കൂടി ജീവിക്കാൻ, മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാരെ വരവേൽക്കാനും സ്വീകരിക്കാനും അവരുമായിട്ട് ഇടപഴകാനും അവരിലൂടെ തങ്ങളുടെ ബിസിനസ്സിന് ധനം സമ്പാദിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കിട്ടി. അവരെല്ലാം സന്തുഷ്ടരായി. ഒരു ഭീകരന്മാരെ വെച്ച് പൊറപ്പിക്കാത്തൊരു സ്ഥിതിയായി. പണ്ട് നമുക്കറിയാം, ഭീകരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ പട്ടാളത്തെ കല്ലെറിഞ്ഞവർ ഇന്ന് രംഗം മുഴുക്കമാറിയിരിക്കുന്നു. അവർ ഇന്ത്യയെ അനുമോദിക്കുന്നു. അവർക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞതിൽ അവർ സന്തോഷിക്കുന്നു. ഏതാണ്ട് 3000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. 1,08,00,000-ഓളം ടൂറിസ്റ്റുകൾ അവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ തരത്തിലെല്ലാം കൊണ്ടും വളരെ മെച്ചപ്പെട്ട ഒരവസ്ഥ ജമ്മുവിൽ കാശ്മീരിൽ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾ തന്നെ അവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ സുരക്ഷിതത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളൊരു സ്ഥിതിവിശേഷം വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ തെളിവ്. അത് ആരതിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആരതിക്ക് സഹായികളായി നിന്നത് 2 മുസ്ലിം യുവാക്കളായിരുന്നു. അതേപോലെ ഈ ടെററിസ്റ്റുകളെ നേരിടുന്നതിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ മുസൽമാനായ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അവിടെ അവർക്കൊന്നും തന്നെ ഈ മതവിദ്വേഷമോ ഭേദമോ ഇല്ല. മറിച്ച് അവിടെ വരുന്നവർ ആര് തന്നെ ആയാലും ടൂറിസ്റ്റുകൾ എന്നുള്ള നിലയിൽ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് വന്ന ഒരവസ്ഥ. അപ്പോൾ ഒരു ഭീകര അന്തരീക്ഷം അവിടെയില്ല. ഒരു ഭീകരാക്രമണത്തിൻ്റെ സാധ്യതയും അവിടെ ഇല്ലാത്തൊരു കാലഘട്ടം. ഇനി സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭീകരന്മാർ ഈ വിസ്ഫോടനങ്ങളൊക്കെ നടത്തുന്നത് എല്ലായിടത്തും സെക്യൂരിറ്റിയുടെ കുറവ് കൊണ്ടാണോ? ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത് സെക്യൂരിറ്റിയുടെ കുറവ് കൊണ്ടാണോ? രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത് സെക്യൂരിറ്റിയുടെ കുറവ് കൊണ്ടാണോ? ഭീകരന്മാർ എവിടെ, എങ്ങനെ, എന്ത് ചെയ്യും എന്നുള്ളതിന് യാതൊരു പ്രഡിക്ഷനുമില്ല. ഇനി ഇവർ ഉദ്ദേശിക്കുന്ന സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ഓരോ ടൂറിസ്റ്റിൻ്റെ കൂടെയും പട്ടാളത്തെ അയക്കണമെന്നാണോ? അതല്ല മുക്കിന് പട്ടാളത്തെ നിർത്തണമെന്നാണോ? അങ്ങനെ ആയാൽ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമോ? ടൂറിസത്തിൻ്റെ അന്തരീക്ഷം മൊത്തം മറിയില്ലേ? ഭീതി പരന്ന ആൾക്കാരായി മാറില്ലേ അവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾ പോലും? എവിടെ നോക്കിയാലും പട്ടാളം തോക്കും ചൂണ്ടി നിൽക്കുന്നു. അയ്യോ, അപ്പോൾ ഇവിടെ സുരക്ഷിതമല്ല എന്നുള്ളൊരു ഇംപ്രഷനല്ലേ ഉണ്ടാകുള്ളൂ. അത് കാശ്മീരിലെ ജനങ്ങളും ആഗ്രഹിക്കാത്ത കാര്യമല്ലേ? അപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാർ വളരെ വളരെ വില കുറഞ്ഞ ആരോപണങ്ങളുമായി വന്നിരിക്കുകയാണ്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി MA ബേബിയെ പോലുള്ളവർ മുസ്ലിങ്ങളുടെ മനസ്സിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ ഫലമായുണ്ടായ ഭീകരാക്രമണം എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുമൊക്കെ വന്നിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പിന്നെ മീഡിയ വണ്ണിൻ്റെ പുതിയൊരു അടവുമായിട്ട് വന്നിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അതായത് കാശ്മീരിലെ മുസ്ലിങ്ങളെ ആ സ്ഥലം ഇന്ത്യക്ക് കിട്ടിയാൽ പോരാ, അവിടെയുള്ള ജനങ്ങളുടെയും അവരുടെ മനസ്സിനെയും കിട്ടണം. അപ്പോൾ പുള്ളി പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ അവിടെ ഒരു ഹിതപരിശോധന നടത്തണം. എന്നാൽ എന്ത് പറ്റും നമുക്കറിയാം.
ഹിതപരിശോധന നടത്തിയാൽ അവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും അത് കാശ്മീർ സ്വതന്ത്രമാകണമെന്നും പാകിസ്ഥാനോടൊപ്പം ലയിക്കണമെന്നുമൊക്കെ പറയുള്ളൂ. നമുക്കറിയാം, പാർട്ടീഷന് മുൻപ് ഒരു ഹിതപരിശോധന നടത്തിയിരുന്നു. അപ്പോൾ മുസ്ലിങ്ങൾക്ക് പ്രത്യേകം രാഷ്ട്രം വേണോ എന്നുള്ളതിനെക്കുറിച്ച് അതിൽ 90% മുസ്ലിങ്ങളും ഇന്ത്യയിൽ പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞവരാണ്. പക്ഷേ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോയില്ല പാർട്ടീഷന് ശേഷം. അപ്പോൾ അങ്ങനെ ഒരു ഹിതപരിശോധന നടത്തിയാൽ മതപരമായി ചിന്തിക്കുമ്പോൾ മുസ്ലിങ്ങൾ മതരാഷ്ട്രത്തിൽ ജീവിക്കണം എന്നുള്ളതാണ് ഖുർആൻ്റെ തത്വശാസ്ത്രം എന്നുള്ളതിരിക്കെ അവർ ഈ ജമ്മു കാശ്മീരിനെ സ്വതന്ത്രമായി നിർത്തണമെന്നും മാത്രമേ പറയൂ. അല്പം കൂടെ കടന്ന് പാകിസ്ഥാനോടൊപ്പം ചേരണമെന്നും പറയും. അതുകൊണ്ട് ഹിതപരിശോധന എന്ന അജണ്ടയുമായി എത്തിയിരിക്കുന്ന മീഡിയ വണ്ണിനോട് പറയാനുള്ളത് അത് നടക്കില്ല. അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചേരെ.